ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ രാവിലെ തന്നെയാണ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതി വന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം ഉഷാറായിട്ടുണ്ട്, ഏകദേശം വിളവെടുപ്പിൻ്റെ സമയമായി. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കലല്ലേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ പച്ചമുളക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ്ട് അങ്ങോളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ സ്വന്തമായിട്ട് നട്ട് ഉണ്ടാകുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്ന് വേറെ തന്നെ. നേദിസേ അപ്പോൾ ഇന്ന് ഇതൊക്കെ പറിക്കാനുണ്ട്. പിന്നെ അത്യാവശ്യം വളമൊന്നും ഇടാത്ത, ഇംഗ്ലീഷ് വളമൊന്നും അധികം ഉപയോഗിക്കാത്തൊരു പച്ചക്കറിയാണ് കേട്ടോ. കാരണം നമ്മൾ ചാണകവും അതൊക്കെ കലക്കി വെച്ചിട്ടും ഒക്കെ പാർന്നിട്ട് തന്നെയാണ് നമ്മൾ പച്ചക്കറിക്കൊക്കെ ഇതിൻ്റെ വളമൊക്കെ കൊടുക്കുന്നത്. വഴുതനങ്ങ ഉണ്ട് കേട്ടോ, നമുക്ക് കുറച്ച് പറിക്കാനുണ്ട്. ഇതൊക്കെ പിന്നെ ഇപ്പോൾ ആയതേ ഉള്ളൂ, എങ്കിലും നമുക്ക് ഒരുപാടുണ്ട്, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇത് ചുവന്നാണ് കേട്ടോ, പച്ച അങ്ങോട്ടൊക്കെ ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയിട്ട് പറിച്ച് അത് കഴിക്കുമ്പോഴുള്ളൊരു സന്തോഷം. പിന്നെ ഞാൻ ഇത്ര വലിയ ഇതായിട്ട് പറയുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട, ഇതിലേക്കാണ് ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെ. പക്ഷേ ഇതിൻ്റെ എല്ലാം മുഴുവൻ ക്രെഡിറ്റും എന്താ കണ്ടില്ലേ, ഒരാളവിടെ നിൽക്കുന്നത് ശരിക്കും ഏട്ടനാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര താല്പര്യമാണ്, ഏട്ടനും രണ്ടാക്കും. അപ്പോൾ രണ്ടാളും ഒരുപോലെ കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എന്നാൾക്കാണ് കൂടുതൽ ഉപരി ഏട്ടൻ. പിന്നെ ഇതാ നമ്മുടെ തക്കാളി, ഇതൊന്നും പിന്നെ ആയനില്ല കേട്ടോ, വിളവെടുക്കാനായിട്ടൊന്നുമില്ല, പൂത്തിനൊന്നുമില്ല. നട്ട് നല്ല ഉഷാറായി വരുന്നതേ ഉള്ളൂ. എൻ്റെ ചെടികളൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് പൂത്തിങ്ങനെ നിറഞ്ഞു നിന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇതാ കരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, എങ്കിലും ഇതാ അടിപൊളിയായിട്ട് ഇങ്ങനെ പൂത്തിട്ട് ഏകദേശം ഇതിൻ്റെയൊക്കെ സമയമായി. കാരണം ഇത് കുറേ ആയി പൂത്ത് തുടങ്ങിയിട്ട്. കണ്ട, ഇവിടെയെല്ലാം ഉണ്ട്. ഇതാ ഒരാൾ, ഈശ്വര ഇത് കണ്ട നിങ്ങൾ, നേതു അടി വരുന്നേ. അപ്പോൾ ഇതാ ഉണ്ണിയാട്ടെ നമ്മളെ വഴുതിരിങ്ങേൻ്റെ വിളവ് എടുക്കുന്നുണ്ട്. പിന്നെ നേതു ദിവസം ആടുന്ന് ഞാൻ അലക്കാൻ തുണി പോർത്തതാ, അതിൽ നിന്ന് കളിക്കലാണ് കേട്ടോ ആള്. അപ്പോൾ അതൊക്കെ ഇതായിക്കപ്പ പറിച്ചൂടെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, പയറൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പയറൊക്കെ പിന്നെ നമ്മൾ അപ്പുറമാണ് നട്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉണ്ണിയേട്ടൻ പറിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അല്ലേ. കാരണം നമ്മൾ തന്നെ നട്ടുണ്ടാക്കി വീട്ടിൽ നിന്ന് അടുക്കളത്തോട്ടം പോലെ അല്ലേ, പറിക്കുമ്പോഴൊരു സന്തോഷം വേറെ തന്നെ. അപ്പോൾ ചേന കണ്ട, ചേന പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ രണ്ട് സ്ഥലത്തായിട്ട് അങ്ങനെ ഉള്ളൂ ചേന. പിന്നെ ഞാനിപ്പോൾ ഒരു കരിമ്പൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട് കേട്ടോ, വളരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ആളിതാണ് കേട്ടോ, ചെറിയൊരു കരിമ്പിൻ്റെ കഷ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടില്ലേ. പിന്നെ ഇതറിയില്ലേ, മറ്റേ മുത്തിൽ അടുക്കള ചീര എന്നാൽ അടുക്കള ചീരയല്ല, എന്താപ്പോൾ നമ്മൾ ഈ സമ്മന്തി അരക്കാനും വെള്ളത്തിനും കുട്ടികളെ ബുദ്ധിക്കും ഓർമ്മശക്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ചീര ഇലയില്ലേ, മുത്തിൽ അങ്ങനെയല്ലേ പറയാം, അത്. അപ്പോൾ ഇത് ഇവിടെ കൊത്തിയതുകൊണ്ടാണ് കേട്ടോ, ഇതിൻ്റെ മുതൽ ചളി തെറിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇവിടെ നിറച്ചും അതുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള കുറച്ച് സമയം ഉള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലും നട്ടാൽ ഇതേപോലെ പറിച്ചിട്ട് നല്ല അടിപൊളിയിൽ കറിയും വറവൊക്കെ ഉണ്ടാക്കി നമുക്ക് കൂട്ടാം കേട്ടോ. അപ്പോൾ അങ്ങ് അകത്ത് വെക്കാം കേട്ടോ. പയറിൻ്റെ നോക്കട്ടെ, പയർ ഇന്നലെ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു, മിഞ്ഞാന്നും കുറച്ച് പറിച്ചു. ഇനി നമുക്ക് നോക്കട്ടെ ഉണ്ടോയെന്ന്. അതിൽ നമ്മൾ പിന്നെ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് ഒരുപാട് തവണ നമുക്ക് പറിക്കാൻ കിട്ടി കേട്ടോ പയർ. കാരണം നമ്മൾ കുറേ വട്ടം പറിച്ച് വറുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേരുടെ നട്ടിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നമുക്കൊരിക്കൽ വറുക്കാനൊക്കെ ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതിലൊക്കെ ആയിട്ടുണ്ട്. മീൻ പോകുന്നുണ്ട് കേട്ടോ, താഴേക്കൂടെ വച്ച് വെക്കുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആളിതാ വേരൊക്കെ വന്ന് ഉഷാറായി വരുന്നുണ്ട്. എത്രത്തോളം ഉഷാറാവുന്നൊന്നും അറിയില്ല, എങ്കിലും ഇതാ ആൾ വളർന്നു വരുന്നുണ്ട്. ഇത് മൾബറി, ആൾ ചെറുതാണ് കണ്ടില്ലേ, ചെറുതാണ് കേട്ടോ. പക്ഷേ ഇതിൽ മൾബറി ഉണ്ടായിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഒരുപാട് ചെറിയതായ സമയത്തൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് കിട്ടിയ സാധനമാണ്. പക്ഷേ ഇതിലിതാ 2-3 കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാവിലെ അലക്കാനിങ്ങ് പുറത്തേക്ക് വന്നത് ആ സമയത്താണ്. പിന്നെ ഇതൊക്കെ കൂടി ഒന്ന് വീഡിയോ പിടിക്കാലോ എന്ന് കരുതിയിട്ട് എടുത്തതാണ് കേട്ടോ. ചെറിയൊരു കാരാപ്പിരി ഒരു തയ്യേ ഉള്ളൂ കേട്ടോ. അതിനൊരു ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആളിതാ വളർന്ന് വരുന്നുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതാ നമ്മളെ തവര നല്ല പന്തലിച്ചിങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം നമ്മളിത് നുള്ളി വറുത്തിട്ടൊക്കെ ഉണ്ട്. കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇല പറിച്ച് വറുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതി ഇത്രയല്ലേ ഉള്ളൂ, ഇത് മാത്രമാണോ? അല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ സാമ്പാർ ചീര, പൊന്നാങ്കണ്ണി ചീര,
അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ വറക്കാറ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷമായി, നമ്മളെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പോൾ ടാറ്റ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അപ്പോൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.